കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. സദ്യക്കൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണിത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പുളിശ്ശേരിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. പൈനാപ്പിൾ വെച്ചും നേന്ത്രക്കായ വെച്ചും എല്ലാം പുളിശ്ശേരി, പഴം വെച്ചൊക്കെ തയ്യാറാക്കിയെടുക്കാം. എന്നാൽ ഞാനിവിടെ വെള്ളരിക്ക വെച്ചാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് വേവിച്ച് കറി തയ്യാറാക്കിയെടുക്കാം. ആദ്യം വെള്ളരിക്ക ഒരു കഷ്ണം തോലൊക്കെ കളഞ്ഞ് ഉള്ളിലെ കുരുക്കളൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ വേണ്ടത് കുറച്ച് പച്ചമുളകും നല്ല ജീരകവും ആണ് കേട്ടോ. ഇതിലേക്ക് ഉള്ളിയോ വെളുത്തുള്ളിയോ ചുവന്നുള്ളിയോ ഒന്നും ചേർക്കാറില്ല. അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ ചിരവിയെടുത്ത് മിക്സിയുടെ ജാറിൽ വെച്ചു. നല്ല ജീരകം ചേർത്തു. മറ്റ് കറികളിലൊക്കെ നമ്മൾ ഉള്ളികളൊക്കെ ചേർക്കാറില്ലേ, എന്നാൽ ട്രഡീഷണലായിട്ട് ഉണ്ടാക്കുന്ന ഈ പുളിശ്ശേരിയിൽ വെളുത്തുള്ളിയോ ചുവന്നുള്ളിയോ ഒന്നും ചേർക്കില്ല കേട്ടോ. ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്തു. വേണമെങ്കിൽ ഇതിൽ പച്ചമുളകും കൂടി ചേർക്കാം കേട്ടോ. എന്നിട്ട് അധികം വെള്ളമില്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള വെള്ളരിക്ക കഷ്ണങ്ങളൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. പെട്ടെന്ന് തന്നെ വേവുന്നത് കൊണ്ട് നമുക്ക് കുക്കറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിത് ചട്ടിയിലിട്ടു. ഒരു കടായിൽ വെച്ചായാലും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പക്ഷെ പുളിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് ചട്ടിയിൽ വയ്ക്കുമ്പോൾ ഒരു നല്ലൊരു സ്വാദ് കിട്ടും. കുറച്ച് പച്ചമുളക് കീറിയിട്ടതാണ്, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകാണ്, നോക്കിയിട്ടൊക്കെ ചെയ്യാം. 3 പച്ചമുളക് നെടുകെ കീറിയിട്ടു. വെള്ളരിക്ക വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. കൂടുതൽ വെള്ളം ഒഴിക്കണ്ട. നമ്മളിതിലേക്ക് തൈര് ചേർക്കുന്നുണ്ട്, അരപ്പും ചേർക്കുന്നുണ്ട്. ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ടു. അരപ്പിൽ നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ കേട്ടോ. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വേവാനായിട്ട് വെക്കാം. കൂട്ടുകാരെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. കൂടെ ഹൈപ്പും കൂടി ചെയ്യാൻ മറക്കണ്ട. പാകത്തിന് വെള്ളം ഒഴിച്ച് കൂടുതലൊന്നുമില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് തിളച്ച് വെള്ളരിക്ക ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരും, നന്നായിട്ടൊന്ന് വെന്ത് വരും. ആ സമയത്ത് നമുക്ക് ഓഫ് ചെയ്യണം. അടുപ്പത്ത് വെച്ചൊന്ന് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് വെച്ചു. കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. നല്ലപോലെ വെന്ത് ഇതേപോലെ ആയിട്ടുണ്ട് കേട്ടോ. ആ സമയം അരപ്പൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് വെള്ളമൊക്കെ വറ്റി, വേണമെങ്കിൽ ഒരല്പം കൂടി വറ്റിക്കാം. ഇത് കുറച്ച് വെള്ളത്തോടെയാണ് ഞാൻ കറി വെക്കുന്നത് കേട്ടോ. നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ, സദ്യയിലെ ഒരു വിഭവമായിട്ടൊന്നും ഒഴിക്കാനല്ലല്ലോ. അപ്പോൾ വേണമെങ്കിൽ വെള്ളമൊക്കെ വറ്റിച്ച് വെക്കാം. നന്നായിട്ട് അരച്ചെടുത്ത തേങ്ങയാണിത്. തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകവും കണ്ടില്ലേ, നല്ല പേസ്റ്റായിട്ട് അധികം വെള്ളമില്ലാതെ അരച്ചെടുത്തു. അത് നമുക്ക് ഈ വെള്ളരിക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി അതിലെ പച്ച ടേസ്റ്റ് മാറണ വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി ഒന്ന് കുറുകി വരുന്നവരെയൊക്കെ വെക്കാം കേട്ടോ. ഇപ്പം വീട്ടിലൊരു കറിയായിട്ടാണ് ഉപയോഗിക്കണത് വെച്ചാൽ അത്ര പെർഫെക്റ്റായിട്ട് നമ്മൾ വെക്കില്ല, പെട്ടെന്നല്ലേ. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ജീരകത്തിൻ്റെയൊക്കെ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം. കുറച്ച് കറിവേപ്പിലയൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയം, തിളയ്ക്കുന്ന സമയം നമുക്ക് കുറച്ച് തൈര് ഉടച്ചെടുക്കാം. അല്പം പുളിയുള്ള തൈര് വേണം. ഒരു കപ്പിലേക്ക് ഒഴിച്ച് ഇങ്ങനെ വിസ്ക് വെച്ച് നന്നായിട്ട് അതൊന്ന് കട്ടയൊക്കെ ഉടച്ചെടുക്കണം. ഫ്രഷായിട്ടുള്ള തൈര്, എന്നാൽ അല്പം പുളിയോട് കൂടിയുള്ളതാകുമ്പോൾ കറിക്കൊരു ടേസ്റ്റാണേ. നന്നായിട്ട് ഉടച്ചെടുത്ത് വെച്ചു. അപ്പോഴേക്കും ഇതാ വെള്ളരിക്കയൊക്കെ തിളച്ച് തേങ്ങയൊക്കെ ചേർത്ത് നന്നായി കുറുകി വെള്ളം ഏകദേശമൊക്കെ വറ്റിയിട്ടുണ്ട്. പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് കടഞ്ഞു വെച്ചിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കണം. ചട്ടിയിലായതുകൊണ്ട് തന്നെ ഹൈ ചൂടിലായിരിക്കും. അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. എന്നാലും കറിയൊന്നും തിളക്കിയല്ലോ. ഇനി നമുക്ക് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഉപ്പൊക്കെ പാകമുണ്ടോ എന്നൊക്കെ ഈ ടൈമിലൊന്ന് നോക്കണം. തൈര് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ടാണ്. തൈര് ഒരിക്കലും തിളപ്പിക്കാൻ പാടില്ല. സൂപ്പറായിട്ടുള്ളൊരു വെള്ളരിക്ക പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചും കൂടി ഒഴിക്കണം കേട്ടോ. അപ്പോഴാണ് ടേസ്റ്റ് കൂടുക. വെളിച്ചെണ്ണയിൽ കടുകും ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ചെടുത്തു കേട്ടോ. വെളിച്ചെണ്ണയിൽ ഇതൊക്കെ ഇട്ട് മൂക്കുമ്പോൾ നല്ലൊരു രുചി കിട്ടും.
ഒരു നുള്ളും മുളക് പൊടി അത് ചേർത്ത് ഒരു കളറിന് വേണ്ടി മാത്രമാണ്. വെള്ളരിക്ക പുളിശ്ശേരി ഇവിടെ റെഡിയായി കേട്ടോ.